ഇനി ഞങ്ങൾ കാച്ചിൽ പറിക്കാൻ പോകട്ടെ. എനിക്ക് തോന്നണം നട്ടിട്ട് 1 വർഷത്തിൽ കൂടുതലായെന്നാ തോന്നണേ. അപ്പം ഞാനിന്ന് മഞ്ഞൾ പറിക്കാൻ പോയായിരുന്നു. അപ്പം മഞ്ഞൾ പറിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് നോക്കിയപ്പോൾ കാച്ചിലിൻ്റെ കട ഉണങ്ങി നിൽക്കുന്നത്. ഏകദേശം കാച്ചിലിൻ്റെ കടയൊക്കെ ആ വള്ളി ഉണങ്ങി തുടങ്ങുമ്പോഴാണ് പറിക്കണേന്ന് എനിക്ക് തോന്നണം, എനിക്കറിയത്തില്ല. എന്തായാലും രണ്ടും കളിപ്പിച്ച് പറിച്ചേക്കാമെന്ന് ഓർത്തട്ടോ. അപ്പം തിരഞ്ഞു വന്നപ്പോഴേക്കും അടിയിട്ടാട്ടോ പോയേക്കണേ. ഞാൻ പറിച്ചിട്ട് നീക്കിയിട്ട് ഒന്നും പോന്നില്ല. അപ്പോൾ ഞാൻ മണ്ണ് നല്ലോണം മാറ്റുന്നുണ്ട്. പക്ഷേ എൻ്റെ അടുത്ത് മണ്ണ് മാറ്റാൻ പറ്റിയ സാധനമൊന്നുമില്ല. അപ്പോൾ ഞാൻ കത്തി കൊണ്ടാട്ടോ. അപ്പോൾ എനിക്കിത് അതിൽ നിന്ന് കിട്ടിയതൊരു വണ്ട് പോലത്തെ സാധനം. എന്താണെന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നണം എന്തോ വണ്ടാന്ന് തോന്നേ. പിന്നെ ഞാൻ അതൊക്കെ എടുത്ത് കളഞ്ഞിട്ട് പിന്നെയും കുഴിയെടുക്കാൻ തുടങ്ങിയിട്ടാ. ഇതിൻ്റെ ഇടയിൽ ഞാൻ ഓരോന്നേ കടന്നു പോകുന്നതൊക്കെ പെറുക്കി മേളിയിട്ട് വെക്കണ്ട കേട്ടോ. പക്ഷെ താഴത്തോട്ട് നല്ല ആഴത്തിൽ പോയിട്ടുണ്ട്. പക്ഷെ അത് ഞാൻ എത്ര ഇരുന്ന് കുത്തിപ്പറിച്ചിട്ടും കിട്ടണില്ല. ഈ കമ്പിയൊക്കെ ഉണ്ടെങ്കിലോ, കമ്പി എന്ത് പാര എന്നൊക്കെ പറയില്ലേ, ആ സാധനം ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ സൈഡ് വെച്ച് ഇളക്കി കൊടുക്കാം കേട്ടോ. ഈ ഇളക്കമുള്ള മണ്ണിലാൽ കാച്ചിൽ നല്ലോണം താഴത്തോട്ട് ആയി പോകുമെന്നാണ് പറയണേ കേട്ടോ. കപ്പയിലും അതെ, ഇളക്കമുള്ള മണ്ണിലാലും നല്ലോണം വലുതാവും. ഇവിടെ കപ്പ കണ്ടാലും കാച്ചിൽ കണ്ടാലും നല്ലോണം ആവാറുണ്ട്. ഈ മണ്ണ് നല്ല വളക്കൂറുള്ള മണ്ണാന്ന് പറയണേ കേട്ടോ. എന്തായാലും കപ്പ എനിക്ക് ഒരുവിധം നല്ല ഇതിൽ കിട്ടാറുണ്ട് കേട്ടോ. അപ്പം ഞാൻ കുറേ നേരം ഇരുന്ന് കുത്തി ഞാൻ വിഷമിച്ചു. ഒരു കണക്കിന് ഞാനതെല്ലാം പറിച്ചെടുത്തത് കേട്ടോ. പിന്നെ ഞാനെല്ലാം കൊണ്ട് കഴുകി എടുത്തിട്ടോ. നമ്മുടെ പറമ്പിൽ ഉണ്ടാവണ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ കൊണ്ട് നമുക്ക് പറക്കി കിട്ടുമ്പോൾ ഒരു സന്തോഷമുണ്ടല്ലോ. അപ്പോൾ എനിക്ക് ഒരുവിധം അത്യാവശ്യം നല്ലോണം കിട്ടി. എനിക്ക് ഒരുവിധം എല്ലാവർക്കും കൊടുക്കാൻ പാകത്തിന് കാച്ചിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ അതെല്ലാം കഴുകി നല്ല വൃത്തിയാക്കി എടുത്തിട്ട് ചരിവത്തിയിട്ട് മാറ്റി. അപ്പോൾ ഞങ്ങൾ വൈകിട്ട് കാച്ചിൽ പുഴുങ്ങി മുളക് ചമ്മന്തി കൂട്ടിയായിട്ട് കഴിച്ചത്. ഓക്കെ, ബൈ.